പൂരനഗരിയെ പാപ്പാനഗരിയാക്കി മാറ്റി ബോൺനത്താലെ. പതിനായിരങ്ങൾ അണിനിരുന്ന വർണ്ണാഭമായ കരോൾ ഘോഷയാത്രയോടെ സാംസ്കാരിക നഗരിയുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച തൃശ്ശൂരിന്റെ സ്വന്തം ക്രിസ്മസ് പാപ്പാ സംഗമം അരങ്ങേറിയത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെയാണ് ബോൺനതാലെ സ്പെഷ്യൽ കരോൾ ഗാനത്തിനൊപ്പം ചടുല ചുവടുകളുമായി ഘോഷയാത്രയിൽ അണിനിരുന്നത്. വിവിധ ഇടവകളിൽ നിന്നായി ചുവപ്പും വെള്ളയും നിറം ചാർത്തിയ 10,000-ൽ പരം ക്രിസ്മസ് പാപ്പാമാരാണ് സ്വരാജ് റൗണ്ടിൽ ചുവട് വെച്ചത്. വിവിധ ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും കരോൾ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. കുട്ടിമാലാകമാരും ഭിന്നശേഷിക്കാരും അംഗപരിമിതരും അടങ്ങുന്ന വീൽചെയർ പാപ്പാമാരും റോളർ സ്കേറ്റിംഗ് പാപ്പമാരും ബൈക്കുകളിലെത്തിയ പാപ്പമാരും നഗരവീതിയെ ആവേശത്തിലാഴ്ത്തി. 21 വ്യത്യസ്ത നിശ്ചല ദൃശ്യങ്ങളാണ് ഇക്കുറി സാന്താക്ലോസ് റാലിക്ക് പകിട്ടേകിയത്. ഇതിൽ ഇത്തവണത്തെ ഹൈലൈറ്റായ 60 അടിയോളം നീളത്തിലുള്ള LED ലൈറ്റുകളാൽ അലങ്കരിച്ച ചലിക്കുന്ന ഏദൻ തോട്ടം ഏവരുടെയും മനം കവർന്നു. ക്രിസ്മസ് വില്ലേജ്, പുൽക്കൂട്, ക്രിസ്മസ് തൊപ്പിയും നക്ഷത്രവും, ക്രിസ്മസ് ട്രെയിനും വിമാനവും, കൂറ്റൻ ചിത്രശലഭം തുടങ്ങി തിരുപ്പിറവി അടക്കമുള്ള ബൈബിൾ രംഗങ്ങളും കാഴ്ചയ്ക്ക് വിരുന്നേകി. തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതും കേരളത്തിന്റെ പാരമ്പര്യ തനിമ അടയാളപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ഇന്നും നൊമ്പരമായി അവശേഷിക്കുന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അടക്കമുള്ള സമകാലിക സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ശ്രദ്ധയാകർഷിച്ചു. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന ഘോഷയാത്രയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ആയിരങ്ങളാണ് പാപ്പാ സംഗമം വീക്ഷിക്കാനായി നഗരത്തിലേക്ക് എത്തിയത്. ഘോഷയാത്രയോടനുബന്ധിച്ച് സ്വരാജ് റൗണ്ടിൽ പോലീസ് വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ബോൺനതാലെ TCV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. കേവലം ആഘോഷത്തിനുമപ്പുറം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരസ്പര്യ സൗഹാർദ്ദത്തിൻ്റെയും നല്ല സന്ദേശം കൂടിയാണ് ഓരോ ബോൺനതാലെയും പങ്കുവെക്കുന്നത്. പാപ്പാ നഗരിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, ടീം TCV.